ചട്ടമ്പിസ്വാമികൾ പൂർവപക്ഷത്തെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു: മാംസഭുക്കുകൾക്കും സസ്യഭുക്കുകൾക്കും പ്രകൃതി കൊണ്ടും ആകൃതി കൊണ്ടും വ്യത്യാസം കാണുന്നുണ്ട്. മനുഷ്യൻ ഇതിൽ ഏത് വർഗമാണെന്ന് നോക്കുക. മാംസഭുക്കുകളായ മൃഗങ്ങൾക്ക് വീരപ്പല്ലുകൾ കാണുന്നു. മനുഷ്യനും അപ്രകാരം 4 പല്ലുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ മാംസഭുക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരീരപ്രകൃതി തന്നെ മനുഷ്യൻ്റേത് മാംസഭുക്കിൻ്റേതാണ് എന്നാണ് പൂർവപക്ഷം സമർത്ഥിക്കുന്നത്. മത്സ്യം, മാംസം, മുട്ട ഇവ വളരെ രുചിയുള്ളതും ശരീരശക്തിയെ വർദ്ധിപ്പിക്കുന്നതും സുഖകരമായ രോഗശമനത്തിന് ഔഷധരൂപേണ പ്രയോജനപ്പെടുന്നതുമാണ്. അതുകൊണ്ട് നാം മാംസം ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പല പല ആചാരങ്ങൾക്കും മാംസമാണ് നിവേദിക്കുന്നത് എന്ന് ചട്ടമ്പിസ്വാമികൾ പറയുന്നു. കോടിക്കണക്കിന് ചരജന്തുക്കൾ അഹോരാത്രം മനുഷ്യരാൽ ഹിംസിക്കപ്പെട്ടു വരുന്നു. ഈ ഹിംസകളെല്ലാം മനുഷ്യർക്ക് സാധാരണ നിവാര്യങ്ങളും അവർ മനഃപൂർവ്വം ചെയ്യുന്നവയുമാണ്. ഇതിലേക്ക് ആരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. സസ്യഭുക്കുകളും ഹിംസകരാണ് എന്നാണ് ചട്ടമ്പിസ്വാമികൾ ഈ പൂർവപക്ഷത്തിൽ അവതരിപ്പിക്കുന്ന വാദഗതിക്കാരുടെ അഭിപ്രായത്തെപ്പറ്റി പറയുന്നത്. ചെടികൾക്കും അതേപോലെയുള്ള മറ്റ് ജീവജാലങ്ങൾക്കും ഹൃദയമുണ്ട്. അവർക്ക് ചലനശക്തി ഇല്ലെങ്കിലും അവ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അവയെ ഹിംസിച്ചുകൊണ്ടാണല്ലോ നാം സസ്യഭുക്കുകളിൽ പലരും ജീവിക്കുന്നത്. അപ്പോൾ ചെടികൾ, അതേപോലെ തന്നെ പ്രാണികൾ, അണുക്കൾ തുടങ്ങിയവയെ നാം നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയാതെ തന്നെ നാം അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സസ്യഭുക്കുകളും ഹിംസകരാണ് എന്നാണ് ഇവിടെ പൂർവപക്ഷം അവതരിപ്പിക്കുന്നത്. ഈ പൂർവപക്ഷത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് സിദ്ധാന്തപക്ഷം ചട്ടമ്പിസ്വാമികൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചട്ടമ്പിസ്വാമികൾ പറയുന്ന ആ സിദ്ധാന്തപക്ഷത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കിടക്കാം. ഓം ശിവായ നമഃ.